നമസ്കാരം. കേരളത്തിലെ നിർണായകമായ അറസ്റ്റ് വാർത്തകളും രാഷ്ട്രീയ നീക്കങ്ങളും മുതൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ വരെ നോക്കാം ഈ മണിക്കൂറിലെ നിർണായകമായ വാർത്തകൾ പ്രൈം ടൈം അപ്ഡേറ്റ്സിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ദീപകിന്റെ മരണം, ഒളിവിലായിരുന്ന ഷിംജിത പിടിയിൽ. വെനസ്വേലൻ എണ്ണയിൽ US പിടിമുറുക്കുന്നു, 50 ദശലക്ഷം ബാരൽ ഏറ്റെടുത്തതായി ട്രംപ്. ഗാസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നു, ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപിക്കുവാനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. NSSുമായി ഇനി കൊമ്പ് കോർക്കില്ല, ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തും. തിരുവനന്തപുരത്തെ മോദിയുടെ റോഡ് ഷോയ്ക്ക് പിന്നിൽ പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫയെ പോലീസ് പിടികൂടി. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ വടകരയിലെ മണിയൂരിലെ ഒരു വീട്ടിൽ നിന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിലെടുത്തത്. കർണാടകയിലേക്ക് കടന്നതായി നേരത്തെ സൂചനയുണ്ടായിരുന്നുവെങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് വടകരയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ വടകര സ്വദേശിയായ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടകരയിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ബസിനുള്ളിൽ വെച്ച് ദീപക് മോശമായി പെരുമാറി എന്നാരോപിച്ച് ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ ദീപക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് ഇരയാവുകയും മനംനൊന്ത് കഴിഞ്ഞ ഞായറാഴ്ച ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ ഷിംജിതയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഷിംജിത പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. വെനസ്വേലയിൽ നിന്നുള്ള 50 ദശലക്ഷം ബാരൽ എണ്ണ അമേരിക്ക ഏറ്റെടുത്തതായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുവാനും വെനസ്വേലയുടെ ഊർജ്ജ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുവാനുമായി ഇതിൽ കുറച്ചു ഭാഗം വിൽക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചൌഡയുമായുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. വെനസ്വേലയിൽ നിന്നുള്ള 5 കോടി ബാരൽ എണ്ണ US ഏറ്റെടുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനും വെനസ്വേലയുടെ ഊർജ്ജ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം. ഇതിനോടകം തന്നെ എണ്ണ വിൽപ്പനയുടെ $30 കോടി വെനസ്വേലൻ സർക്കാരിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി വെനസ്വേലയുടെ എണ്ണ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ നിയമസഭാ അംഗങ്ങൾ നീക്കം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചൌഡയുമായി വാഷിംഗ്ടൺ ചർച്ചകൾ തുടരുന്നതിനിടയിലും കരീബിയൻ കടൽ സൈനിക നടപടി US ശക്തമാക്കിയിട്ടുണ്ട്. വെനസ്വേലയുമായി ബന്ധപ്പെട്ട നിരവധി എണ്ണ കപ്പലുകൾ ഇതിനോടകം US സൈന്യം പിടിച്ചെടുത്തു. ലാറ്റിൻ അമേരിക്കൻ എണ്ണ വിൽപ്പനയിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുവാനുള്ള അമേരിക്കയുടെ നീക്കമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാനുള്ള ചടങ്ങുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകും. എന്നാൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോഴും അതീവ സങ്കീർണമായി തുടരുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 448 ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാധാന ചർച്ചകൾ ലോകവേദിയിൽ പുരോഗമിക്കുമ്പോഴും ഗാസയിലെ സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും മരണമുനമ്പിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 448 പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വടക്കൻ ഗാസയിലെ യെല്ലോ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന അപകട മേഖലയ്ക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ സഹർ എന്ന യുവാവ് കൊല്ലപ്പെട്ടു. അഹ്ലാം നാസർ ഷാമിയ ദമ്പതികളുടെ മകനാണ് സഹർ. സ്വന്തം വീടിന് സമീപം പോലും സുരക്ഷിതരല്ലെന്ന ഭീതിയിലാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ കഴിയുന്നത്. വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് ആഘോഷങ്ങൾ നടക്കുമ്പോഴും ഇവിടുത്തെ ഗാസയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിലാപമാണ് ഉയരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും സാധാരണക്കാർക്ക് നേരെ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. NSS SNDP ഐക്യനീക്കത്തിന് SNDP യോഗം കൗൺസിൽ ഔദ്യോഗികമായി അംഗീകാരം നൽകി. തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു.
കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായേക്കാവുന്ന NSS SNDP ഐക്യത്തിന് SNDP യോഗം കൗൺസിൽ ഔദ്യോഗികമായി അംഗീകാരം നൽകി. സമുദായങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. പൊതുവായ ആവശ്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചതായും സമുദായ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ റോഡ് ഷോ ഉൾപ്പെടുത്തിയത് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിലെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ ശക്തമായ ചുവടുറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വെള്ളിയാഴ്ച തലസ്ഥാനത്തെത്തും. സന്ദർശനത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് പുതുതായി ചുമതലയേറ്റ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയ മെഗാ റോഡ് ഷോയാണ്. ചരിത്രപരമായ വിജയത്തിലൂടെ BJP ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യുന്ന പ്രധാനമന്ത്രി അതേ വേദിയിൽ വെച്ചു തന്നെ BJPയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഔദ്യോഗികമായി തുടക്കം കുറിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ റോഡ് ഷോയിലൂടെ വലിയൊരു ശക്തി പ്രകടനം ലക്ഷ്യമിടാൻ നിതിൻ നബീൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാന നഗരിയിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മണിക്കൂറിൽ പ്രധാന വാർത്തകളും അവയുടെ വിശദാംശങ്ങളുമാണ് നാം ഇതുവരെ പരിശോധിച്ചത്. സൈബർ സുരക്ഷയും സാമൂഹിക ഐക്യവും ഭരണപരമായ മാറ്റങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഗാസയിലെ സമാധാന ശ്രമങ്ങളും ആഗോള എണ്ണ വിപണിയിലെ അമേരിക്കൻ ഇടപെടലുകളും വരും ദിവസങ്ങളിൽ ലോകക്രമത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളും ഒറ്റനോട്ടത്തിൽ അറിയാം ന്യൂസ് 360യിലൂടെ.